എടി ശാന്ത, നിന്നോട് ഞാൻ എന്താണ് രാവിലെ പറഞ്ഞത്? എടി രാവിലെ 11 മണിക്ക് ഒരു കല്യാണ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാണ്. ഓ പിന്നെ പറഞ്ഞതാണ്. നിന്നോട് ആരാടി പറഞ്ഞു ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ? നിങ്ങൾക്ക് എന്നെ സംശയമല്ലേ മനുഷ്യന്? ഞാൻ അങ്ങോട്ട് തരുന്ന സംശയം ഇങ്ങോട്ട് തരുന്ന സംശയം മൊത്തം സംശയമല്ലേ എന്നെ? എന്റെ സരള പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ എങ്ങനെ കൊണ്ടുനടക്കണം അറിയാലോ. ദൈവം തമ്പുരാൻ കുറച്ച് സൗന്ദര്യം എനിക്ക് തന്നുപോയി. ഈ തലേ വെച്ച പേനരിക്കും ഡെസ്ക് വെച്ച ഡിസ്കോ കളിക്കും പറഞ്ഞ ആറ്റി നോറ്റ് വളർത്തിയ സാധനല്ലേ. കഷ്ടപ്പെട്ട് പോയാ പോയില്ലേ? പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിപ്പോ നീ ഇവിടെ നിന്നോ കൊള്ളാം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്, പൂവാലന്മാരുടെ ശല്യമുള്ള ഏരിയ. ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടാ നിൽക്കരുത്. മഹാവൃത്തികെട്ട ഏരിയ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെപ്പോലുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എന്നെപ്പോലെ ഒരു പുരുഷനെ കണ്ടു കഴിഞ്ഞാൽ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പൂവാലന്മാരാ. ഒരു പൂവാലമ്മനുണ്ട് കേട്ടാ, നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഇവിടെ ഒന്നുമില്ല. നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ബന്ധപ്പെടുന്നത്? ഒന്നുമില്ല കേട്ടാ. എക്സ്ക്യൂസ് മീ മാഡം. അല്ല മാഡത്തിനോട്. ആ മേട ഇടവൻ കർക്കിടകം ചിങ്ങം കന്നി തൂല അതൊക്കെ എനിക്കറിയാം. എന്നെ പഠിപ്പിക്കണ്ട. നിനക്കിപ്പോ എന്താ അറിയണ്ടത്? ആലപ്പുഴക്കുള്ള ബസ് പോയാ? ആലപ്പുഴക്കുള്ള ബസ് പോയെന്ന് നീ എന്നോട് ചോദിച്ചാ പോരെ? ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നിനക്ക് ഈ ഭാര്യയുടെ തന്നെ ചോദിക്കണം നിർബന്ധം എന്താന്ന് പറ. ചേട്ടാ ഞാൻ വേറെ അനാവശ്യമൊന്നും ചോദിച്ചില്ല. ആലപ്പുഴക്കുള്ള ബസ് പോയാന്നല്ലേ? നിനക്കിപ്പോ എന്താ അറിയണത്? ആലപ്പുഴക്കുള്ള ബസ് പോയാന്ന് അറിയാം. ആലപ്പുഴക്കുള്ളതാണോ തിരുവനന്തപുരത്തിനാണെന്ന് അറിയാമല്ല. പാലക്കാട് ബസ് ഇപ്പൊ പോയി. വേറെ വിശേഷമൊന്നുമില്ല. സരള ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നീ ഇങ്ങോട്ട് മാറി നിൽക്കണേ. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ബന്ധപ്പെടുന്നത്? അതെ, നീ ഇപ്പൊ ഭാര്യ അടിച്ചു വിളിച്ചാ? ഇല്ല. നീ ഇപ്പൊ എന്റെ ഭാര്യ അടിച്ചു വിളിച്ചാ? ചേട്ടാ ഞാൻ ജലദോഷം കൊണ്ട് തുമ്മിയതാണ്. ഇത് ജലദോഷമല്ല, നിന്റെ ഗുരുത്വദോഷം എന്ന് പറയും. എടാ ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുമ്പോൾ നീ എന്തിനാ അടിച്ചു വിളിച്ചു? അല്ല നീ അങ്ങനെ സംസാരിക്കാതെ അങ്ങനെ സംസാരിച്ചു വരും. അല്ല അത് പറയുന്നു. നീ എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിച്ചത്? ചാരള നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ബന്ധപ്പെടുന്നേ? ഞാനൊന്നും മിണ്ടിയില്ല. നീ രണ്ടാമത് ക്ഷീണിച്ചു വിളിച്ചു. അല്ലല്ല അങ്ങനെ സംസാരിക്കും. അല്ലല്ല അങ്ങനെ അങ്ങനെ നേരത്തെ തുടങ്ങി പറഞ്ഞല്ലേ ഞാൻ ജലദോഷം കൊണ്ട് തുമ്മിയതാണ്. അല്ലാണ്ട് ചേട്ടന്റെ ഭാര്യയെ സ്വീകരിച്ച് വിളിച്ചതല്ല. നീ ജലദോഷ ഗുരുദോഷ നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന എന്തിനാണ്? നീ എവിടെയെങ്കിലും പോയി മരിക്കുന്നേ? എടോ എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കയറാൻ അറിയാം. നീ എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാക്. ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുമ്പോൾ നിനക്കൊക്കെ ഇല്ലാത്ത എന്തെല്ലാം പോടാ പോടാ. എനിക്ക് കണ്ടപ്പോ തോന്നി ആ കാലത്ത് ഇറങ്ങിയേക്കുന്ന പോടാ അവിടുന്ന്. നീ ഇവിടെ മാറി ഇവിടെ ഒന്ന് നീ ഇങ്ങോട്ട് മാറി സരല്ലേ ഇങ്ങോട്ട് മാറി. ഇപ്പൊ എന്ത് വൃത്തിയായിട്ട് പരിപാടി കാണിച്ചു? എന്ത് കാണിച്ചു? നീ അവിടെ മേത്തിട്ട് മുട്ടിട്ട് കൊണ്ട വല്ല കാര്യമുണ്ട്? ആര് തെറ്റിയത്? എന്റെ ഭാര്യയുടെ മേത്തിൽ നീ മുട്ടിയാ? ചേട്ടാ സംസാരിക്കണേ നീ മിണ്ടല്ലേ? നീ ഒറ്റൊരുത്തിനൊക്കെ വളം വെച്ചു. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. അങ്ങോട്ട് പോകുമ്പോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിരിക്കും. ഈ ടച്ച് ആയിട്ട് എന്താ അച്ചാറാ? ഇതെന്റെ ഭാര്യയുടെ ചേട്ടന്റെ ഭാര്യയാണെന്ന് എനിക്ക് മനസ്സിലായി. നീ എന്താ വിചാരിച്ചത്? എടാ ഇത് ഞാൻ ജനിച്ച നാടാണ് അറിയാമോ? ഈ ബസ് സ്റ്റോപ്പിലാണ് ചേട്ടൻ? ബസ് സ്റ്റോപ്പിലല്ല, ഇത് എന്റെ ജന്മസ്ഥലമാണ്. അങ്ങനെ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് ചോദിക്കാൻ പറയാൻ ഈ നാട്ടിലെ ആൾക്കാരുണ്ട്. നീ മിണ്ടരുത്. നിന്റെ ഈ കയ്യും കലാശമാണ് ഈ പ്രശ്നങ്ങൾ. ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ്, ഒരു ജസ്റ്റ് കാര്യം പറഞ്ഞു. എന്റെ പൊന്നിയായിട്ട് 10 മണിയായി ഡ്യൂട്ടിക്ക് എന്ന സമയം ഞാൻ പോട്ടെ. ചേട്ടാ ജോലിക്ക് പോകുമ്പോൾ ചെറിയൊരു പ്രശ്നം ഇവിടെ. എന്റെ ജോലിയുടെ പ്രശ്നമായിട്ട് 10 മണിയായി ധൃതി എനിക്ക് പോയിട്ട് വല്ല കാര്യമുണ്ട്. ചേട്ടാ വെറുതെ ഈ പ്രശ്നത്തേക്ക് തലയിട്ട് കൊളാക്കിട്ട് ചവിട്ടി മേടിച്ചിട്ട് പോ. എന്താ പ്രശ്നം എന്താണ്? അതായത് ഞാനും എന്റെ ഭാര്യയും കൂടെ മര്യാദയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കരുത്. അപ്പൊ താ നിൽക്കണ പോവാലുണ്ടല്ലോ. അതിങ്ങനെ പോവാലുണ്ടല്ലോ. ആ വൃത്തികെട്ടവനെ ആദ്യം എന്റെ ഭാര്യ അടിച്ചു വിളിച്ചു. അത് ഞാൻ ക്ഷമിച്ചു. പോട്ടെ. അത് കഴിഞ്ഞ് ഇവൻ എന്റെ ഭാര്യയുടെ മേത്തിട്ട് ടച്ച് ചെയ്തിട്ട് പോയി. ടച്ച് ചെയ്തു. ഞാൻ ചോദിക്കണേ, നമ്മൾ ഇന്ന പാവപ്പെടില്ല, നമ്മൾ ജീവിക്കേണ്ട കാര്യം എന്ത് വൃത്തികേടാണോ താൻ ഈ പെൺകുട്ടിനെ ശീശി അടിച്ചു വിളിച്ചെന്ന് പറഞ്ഞിട്ടല്ലോ? ശരിയാണോ? ഒരിക്കലും ഞാൻ ജലദോഷം കൊണ്ട് തുമ്മിയതാണ്. അയാളെ തെറ്റിദ്ധരിച്ചതാണ്. എടോ ഇയാള് പറയുന്നത് ഇയാളുടെ ഭാര്യയുടെ മേത്ത് കയറുതാൻ മുട്ടിയത് ശരിയാണോ? ബസ് സ്റ്റോപ്പല്ലേ അങ്ങോട്ട് പോകുമ്പോ ജസ്റ്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്യുന്നൊക്കെ ടച്ച് ചെയ്യും. എങ്ങനെ ടച്ച് ചെയ്തു? ടച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് കാണണം. കാണണം. ചേച്ചി ഒന്ന് കാണിച്ചു കൊടുക്കാം. വേഗാവട്ടെ. അങ്ങനെയല്ല ചേട്ടാ, അങ്ങനെയല്ല. ആത്മാർത്ഥമായിട്ട് മുട്ടി. എടോ എന്ത് വൃത്തികേടാണോ ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്യാവോ? ഇതിനൊക്കെ ഒരു മാന്യം മര്യാദ ഇങ്ങനെയൊക്കെ ഒന്ന് ടച്ച് ചെയ്തൂടെ? അല്ല അത് തന്നെ. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം. തനിക്കില്ലേ അമ്മയും പെങ്ങന്മാരും, തന്റെ അമ്മയും പെങ്ങന്മാരും കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് വന്ന് മുട്ടിക്കഴിഞ്ഞ എന്ത് വൃത്തികേടാണോ അത്? മുട്ടിന്ന് ഇയാൾ പറയുന്നു. എങ്ങനെ മുട്ടി? അതെ ചേട്ടാ, സാറിന് ജോലിക്ക് പോണ്ടേ? ജോലിക്കൊന്നും പോകണ്ട. ഞാൻ ജോലി രാജി വെച്ചിരിക്കുന്നു. ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ പോകണം. കമ്പനി പോയിട്ട് ജോലിക്ക് കമ്പനിക്കൊന്നും പോകണ്ട. എനിക്ക് ഇങ്ങനെ പാടില്ല. ഇങ്ങനെയൊക്കെ ഇത് എന്താണ്? ഇത് സിനിമാറ്റിക് ഡാൻസ് കോമ്പറ്റീഷൻ. നീയൊക്കെ എന്താണ് വിചാരിച്ചത്? മുട്ടൽസ് തട്ടിയും മുട്ടിയും കളിക്കാൻ ഇതെന്താണ് ഇത്? അല്ല എന്താ ഇതെനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം.
എടാ നിനക്കൊന്നും എന്റെ സ്വഭാവം അറിയാൻ പാടില്ല. എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ 10 കൊല്ലം തോറ്റ് പഠിച്ച SI മണിയപ്പ സാറുണ്ടല്ല, ഈ സ്റ്റേഷൻ ചാർജ് എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ല നിന്റെയൊക്കെ അവസാനം പറഞ്ഞില്ലെന്ന് വേണ്ട. സാർ എന്താണ് വിഷയം? അളിയന്റെ കാര്യം പറഞ്ഞു ഞാനിപ്പോ നാക്കെടുത്തതേ ഉള്ളു. ആരാണ് അളിയന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്ത് നമ്മൾ ഒരുമിച്ച് പഠിച്ചതല്ലേ. അളിയനോ? ഞാനോ? എന്ത് മുതലാണ് നിന്റെ അളിയനായ ഞാൻ? എന്ത് മുതലാണ് നിന്റെ അളിയൻ ഞാൻ ആയതെന്ന് പഴയ ഓർമ്മ വെച്ച് പറഞ്ഞാണ്. എന്നാ പഴയ ഓർമ്മ? അതൊക്കെ വീട്ടിൽ. അതെ, ചെറിയൊരു വിഷയം എന്ന് പറയണം. പരാതി ഉണ്ട്. എന്താ പരാതി? സാർ ഞാനും എന്റെ ഭാര്യയും കൂടി ഇതേ നിൽക്കണാണ്. എന്റെ ഭാര്യ. ഭാര്യ എവിടെ? ഭാര്യ ഇതേ നിൽക്കണം. അതെ, ഞാനും എന്റെ ഭാര്യയും കൂടി മര്യാദക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കായിരുന്നു. അപ്പൊ അതാ നിൽക്കണ പൂവാലുണ്ടല്ലോ, ആ വൃത്തിയോട്ടൻ ഓടല്ലേ, അവ തിരിഞ്ഞിങ്ങോട്ട് പറഞ്ഞു സാർ. ഇവൻ ആദ്യം എന്റെ ഭാര്യ ശീ അടിച്ച് വിളിച്ച്, അത് ഞാൻ ക്ഷമിച്ചു. അത് കഴിഞ്ഞ എന്റെ ഭാര്യയുടെ മേത്തിട്ട് മുട്ടിയിട്ട് പോയി. ഇങ്ങോട്ട് പറയുന്നേ, നീ ഷീ അടിച്ചോ? ഇല്ല സാർ. സത്യം പറയും, ഇടിച്ചാൽ കൂമ്പ് ഞാൻ പാട്ടും. ഇല്ല സാർ, ഞാൻ ജലദോഷം കൊണ്ട് തുമ്മിയതാണ്. എങ്ങനെയാണ് ഷീ അടിച്ചത്? എങ്ങനെയാണ് നീ തുമ്മിയത്? സാറെ മുട്ടി, ഇവ മുട്ടി. എന്താ ഇവിടെ തട്ടി? എന്റെ ഭാര്യയുടെ മേത്തിട്ട് മുട്ടി. നീ മുട്ടിയോടാ? മുട്ടിയാണോ നീ? അറിയാതെ മുട്ടി പോയി. എങ്ങനെയാടാ മുട്ടിയത്? എങ്ങനെയാടാ മുട്ടിയെന്ന് സാർ. അങ്ങനെയല്ല, അങ്ങനെയല്ലേ? ഈ നിൽക്കണ ചേട്ടൻ എല്ലാം അറിയും. ഈ ചേട്ടനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവനറിയാമോ? നീ വന്നേ. അത് സാറേ ആക്ച്വലി നമ്മൾ ആക്ച്വലി നിന്റെ അച്ഛൻ കാര്യം കാണിച്ചാടാ. എങ്ങനെയാടാ നീ മുട്ടി? എന്താ സാർ, ഞാൻ ഇങ്ങനെ അത് തന്നെ. നീ ഇങ്ങനെ മുട്ടി. നീ വന്നേ. അപ്പൊ ഒരുത്തൻ പറയുന്നു ഇങ്ങനെ മുട്ടി, അപ്പൊ മറ്റവൻ ഇവൻ പറയുന്നു കുട്ടി നീ വരൂ. ഇങ്ങനെ ആരെങ്കിലും കെട്ടിപ്പിടിക്കുവോ ഉമ്മ വെക്കോ ചെയ്തോ? സാർ സാർ സാർ, നീ മിണ്ടരുത്. നിനക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ നീ പോലീസോട്ട് വേടാ. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ ഇവിടെ വന്നിട്ടുമില്ല, എന്റെ ഭാര്യ ആരും മുട്ടിയിട്ടുമില്ല, എനിക്കൊരു പരാതിയില്ല.